ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അങ്ങ് തുടങ്ങിയാൽ മതിയെന്നേ. അപ്പോൾ ചായ തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചായക്കടിയും റെഡി ആയിരിക്കും. അപ്പോൾ പാനിലേക്ക് 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് പാലൊന്ന് ചൂടായി വരുമ്പോൾ 1 കപ്പ് റവയും ചേർത്ത് ഇളക്കി വേവിച്ച് പാനിൽ നിന്ന് വിട്ടു വരുന്നതായി ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഇനി ഫില്ലിങ്ങിനായി 1/2 കപ്പ് തേങ്ങയും 2-3 ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്നിളക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. വേവിച്ച് വെച്ച റവയിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുള പിടിച്ച് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൈ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് നടുവിലായി നമ്മുടെ ഫില്ലിങ്ങും വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അരികെല്ലാം പ്രസ് ചെയ്തെടുത്ത് ഒരു ഭംഗിക്കായി വേണമെങ്കിൽ ഇതുപോലെ അരികൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം അതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ കോരി മാറ്റാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ. അപ്പോൾ ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.